പിന്നെ ഞാനിന്ന് നമ്മുടെ അമ്മച്ചീൻ്റെ ഒരു പോസ്റ്റ് കണ്ട്. ഇന്ന് പറയാൻ പാടില്ലാത്തതാണ്, എന്നാലും സാഹചര്യം കാരണം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മച്ചി കുറേ പോസ്റ്റ് ഇട്ടു. അമ്മച്ചി ഇതിന് മുമ്പ് അമ്മച്ചിയും മച്ചിയും കൂടി നേരെ നമ്മുടെ കോഴിക്കോട് വന്നിട്ട് എൻ്റെ പണി പോക്കി. ബസ്സിലെ പണി. ആ ബസ്സിൽ പണി പോയ ഞാനിപ്പോഴും ബസ്സിലുണ്ട്. അത് കുഴപ്പമില്ല. അന്ന് പറഞ്ഞെടുത്ത് നോക്കി അവർക്കുള്ള ചുറ്റ മറുപടിയും തന്നിക്ക്. ഇവരെ വിചാരം ഇവരെന്തോ വലിയ സംഭവമാണ്. പിന്നെ ഈ ഒരു റീൽസ് എടുത്തതിൻ്റെ പേരിൽ ഓളൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ നിയമം വന്നതിന് ശേഷം നമ്മളെ അമ്മച്ചി അമ്പലത്തിൽ പോയിട്ട് ചെയ്ത വീഡിയോസൊക്കെ നമ്മളെ കയ്യിലുണ്ട്. അതിട്ടിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുകയും കാര്യങ്ങളും ചെയ്യാം. എന്തിനിത്? കാരണം അത് വലിയൊരു ഇഷ്യൂ ആക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഇവൾ മുസ്ലിമാണല്ലോ. അതിൽ കുറേ ഇന്ന കയറ്റൂല, കയറിയ കാല് വെട്ടുന്നൊക്കെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ഹിന്ദുവാണ്, എനിക്ക് കയറാം, ഞാൻ കയറുകയും ചെയ്യും. എനിക്കിട്ട് താങ്ങാൻ ഒരുത്തരം നിൽക്കണ്ട, മനസ്സിലായില്ലേ? അച്ഛൻ മുസ്ലിം ആണെങ്കിൽ ഞാൻ വളർന്നതും ഇപ്പോൾ വളർന്ന് വന്ന രീതിയൊക്കെ ഹിന്ദു ആയിട്ടാണ്. പിന്നെ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും മനുഷ്യന്മാരല്ലേ? എന്തിനാണ് ഈ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തർ നടന്നു പോകുന്നത്? എനിക്കതൊക്കെയാണ് പറ്റാത്തത്. ഇന്നത്തെ ദിവസം കണ്ടില്ല, ഇന്ന് ന്യൂസ് കണ്ടിട്ടുണ്ട്, നബിദിനവും ഓണപ്പരിപാടിയായിട്ട് അവർ രണ്ടാളും ഒത്തുചേർക്കുന്നത്. അതൊക്കെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഈ അമ്മച്ചിയൊക്കെ തമ്മിലടിപ്പിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആ കാര്യങ്ങളല്ല. അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എല്ലാവരെയും വിചാരം എന്തോ വലിയ സംഭവമാണ്, എന്തോ ഇതാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അതേമാതിരി നമ്മുടെ മച്ചിമോളൊരു കേസ് കൊടുത്ത് നടന്നൊന്നും ഒരു കുഴപ്പമില്ല. അന്ന് ആളെ പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നാണ് ഇതിൻ്റെ തുടക്കം. ഗുരുവായൂർ വെച്ചിട്ട് ഞാൻ പറഞ്ഞ വെച്ചാൽ ഇതിൻ്റെ പെങ്ങളൊരു വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ താഴെ ഒരു മോശം കമൻറ്റ് ഇട്ട ഒരു ആ വ്യക്തിനെ ഞാൻ വഴക്ക് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഏതൊരാളും പറയും. അതിന് കൂട്ടം നിന്നിട്ട് ഇപ്പം അമ്മച്ചീൻ്റെ കൂടെ മച്ചീൻ്റെ കൂടെ അമ്മച്ചി കൂട്ടം നിന്നിട്ട് മച്ചീനെ നല്ലോണം താങ്ങുന്നുണ്ട്. മച്ചിക്കിനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുക, മച്ചീനെ കൊണ്ട് ഓരോന്ന് ഇതാക്കിപ്പിക്കുക. എന്നിട്ട് മച്ചി എന്താക്കും? അതൊക്കെ എടുത്ത് അങ്ങിടും. എന്നിട്ട് അവസാനം മച്ചി മോളങ്ങ് കൊടുക്കും. ഇതാണ് സംഭവം വരുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഓരോന്ന് എടുത്ത് ചാടുമ്പം വയിലാവുന്നത് മറ്റവരായിരിക്കും. മറ്റവർ ഇവിടുന്ന് സപ്പോർട്ടിന് അത് ചെയ്തോ ഇത് ചെയ്തോ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയും. ഗായ്സ്, ഞാനിങ്ങനെ സംസാരിക്കുന്നത് ആരൊക്കെയോ കേൾക്കുന്നുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ആരെയും ഞാൻ കാണുന്നില്ല. 49 ആൾ കാണുന്നുണ്ട്, പക്ഷേ ആരും മെസ്സേജും കാര്യങ്ങളൊന്നും അയക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നാളെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുണ്ട്. നാളെ 10 മണിക്കാണ് KSRTC ഡ്യൂട്ടി, സ്റ്റേ ഡ്യൂട്ടിയാണ്. രാത്രി 10:30-11 മണിക്ക് എങ്ങനെ കോഴിക്കോട് എത്തുക. അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, KSRTCയിൽ പണി പോയിട്ടില്ല. ഞാനിപ്പം ഡിപ്പോ മാറിയിരിക്കുന്നുണ്ട്, വേറെ ഡിപ്പോയിലാണ്. ഓരോന്ന് ചോദിച്ചിട്ട് ഇവരിങ്ങനെ വെറുതെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കച്ചറ ഉണ്ടാക്കിയിട്ടൊക്കെ ഒരു എന്ത് കിട്ടാനാ? രണ്ടാളെ പേരും ബൈജു എന്നാണ്. എൻ്റെ മുടി കണ്ടില്ലേ? പിന്നെ ഈ മുടിയൊക്കെ പോകാൻ വലിയ താമസമൊന്നും വേണ്ട കേട്ടോ. മുടി എന്ന് പറയുന്നത് നമ്മളൊരു അഹങ്കാരമല്ല, ഒരു സുഖമാണത് മുടിയുള്ളത്. ആനക്കൊമ്പൻ എന്തോ മെസ്സേജ്, ഈ ചാനൽ OLXൽ വിറ്റ് കള, വെറുതെ ഡാറ്റ കളയണ്ട. ആനക്കൊമ്പൻ, എടാ ഇവിടെ വൈഫൈ ഉണ്ടറാ. ഞങ്ങൾക്ക് വിഷയമല്ല, മനസ്സിലായോ? നിങ്ങൾ നെഗറ്റീവ് കമൻ്റ് അടിച്ചാലും ഇനിയിപ്പോൾ തെറി പറഞ്ഞാലും എനിക്കൊരു വിഷയമല്ല. നമ്മളെന്താ അറിയോ, ഏറെക്കുറെ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കുറ്റം പറഞ്ഞാലും ദോഷം പറഞ്ഞാലും ഈ കർമ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അനിയൻ പറഞ്ഞ കേട്ടോ. എന്താ മറിയം സെയ്ദ് ഹായ് എപ്പോഴായാലും അത് തിരിച്ചു കിട്ടും. അതാണ് കർമ്മ. ഇത്രയും കാലം ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ലാക്കിയില്ലേ? 3 മണിക്കൂർ ഇരുന്നിട്ട് 0 ലൈക്ക് വേണ്ട. 3 മണിക്കൂറായോ? 4 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. ഞാൻ ലൈക്കിന് വേണ്ടി വന്നതല്ലേ. എനിക്ക് കുറച്ച് കാര്യം പറയണ്ട, അത് ലൈവ് കൂടി പറയണമെന്ന് വിചാരിച്ചു. ഇതിൽ നിൽക്കുന്ന ആൾക്കാർ ലൈക്ക് ഇട്ടില്ലെങ്കിൽ ഒരു വിഷയമല്ല. ഇപ്പോൾ കൂടി 165 ആൾ കാണുന്നുണ്ട്. ആരോട് ഞാൻ പറഞ്ഞില്ല ലൈക്കിടെ? ഇതിൽ കാണുന്ന ആൾക്കാരുണ്ടാവും, അത് മതി. സുനിലേട്ടൻ ഹായ് സുനിലേട്ടാ. എനിക്ക് ലൈക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടായിരുന്നു. ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വേറെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയണമെന്നുണ്ടായിരുന്നു. അത്ര മാത്രമേ ഉള്ളൂ. അതിന് മാത്രം ഞാൻ വന്നത്.
അല്ലാണ്ട് ലൈക്ക് വാരി കൂട്ടാനും അല്ലെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് പൈസ കിട്ടാനൊന്നല്ല. നമുക്ക് അതിൻ്റെ ആഗ്രഹവും ഇല്ല ലൈക്ക് കിട്ടിയിട്ട് പൈസ വാങ്ങാൻ. രജിത് ലാൽ ഹാപ്പി ഓണം ബ്രോ. സുല്ലേട്ടാ സുഖമാണോ? സുഖം സുല്ലേട്ടാ. ഓണമൊക്കെ കഴിഞ്ഞിട്ടപ്പോൾ വന്ന് വീട്ടിൽ കയറിയിട്ടുള്ളൂ. കുറച്ചുകൂടി ലേറ്റ് ആവുമായിരുന്നു. അപ്പോൾ നാളെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് നേരത്തെ പോകുന്നു. ഐഷാസ് ഹാപ്പി ഓണം. അത് അനക്കൊമ്പ അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ അതിനകത്ത് കയറൽ പോലില്ല. ഒന്നാമത് എനിക്ക് സമയം കിട്ടില്ല. പിന്നെ ഇടയ്ക്കും തലയ്ക്കൊക്കെ എന്തെങ്കിലും പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നല്ലാതെ ഞാൻ അതിന് മെനക്കറില്ല. നമുക്ക് ചോദിക്കാതെ കിട്ടുന്നത്, അതായത് അർഹതപ്പെട്ടതാണെങ്കിൽ നമുക്ക് ചോദിക്കാതെ കിട്ടും. അത് ലൈക്കാണെങ്കിലും സബ്സ്ക്രൈബ് ആണെങ്കിലും പൈസ ആണെങ്കിലും ഫുഡാണെങ്കിലും എന്തും. ഐഷസ് ഹാപ്പി ഓണം. എല്ലാവരും ഹാപ്പി ഓണം. ഹാപ്പി നബിദിനം ആഘോഷിക്കുന്ന ആൾക്കാർ നബിദിനം ആഘോഷിച്ചല്ലോ, ഹാപ്പി ആയല്ലോ. ഓണം ആഘോഷിക്കുന്നവർ ഓണം ആഘോഷിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏറെക്കുറെ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസം കേട്ടോ. കാരണം ഇന്ന് നബിദിനാണ്, ഓണാണ്, സഞ്ജുമോൻ്റെ പിറന്നാളാണ്. ഏറെക്കുറെ ഇന്ന് കമ്പനിക്കാരൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് അടിച്ചു പൊളിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ വേറൊരു കമ്പനിക്കാരുണ്ടായിരുന്നു കൂരാച്ചുണ്ടുള്ള, അവൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് പായസമൊക്കെ കുടിച്ചു. ജിസ്മോൾ സദ്യ കഴിച്ചില്ല എന്ന് പറഞ്ഞതിനും ലൈക്ക് അടിച്ചു. ഓക്കെ, താങ്ക് യു. അപ്പോൾ പായസം കുടിച്ചില്ല, സദ്യ കഴിച്ചില്ലായിരുന്നു. അപ്പോൾ അവിടെ പായസം ഉണ്ടായിരുന്നു, പായസവും സദ്യയും. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് അവൻ വേഗം തന്നു. അവൻ്റെ അമ്മ അവൻ പോയിട്ട് വയലിൽ പോയിട്ട് അതിന് തൊട്ട് മുമ്പിൽ ചെറിയൊരു പറമ്പാണ് അവൻ്റെ തന്നെ, കുറച്ച് വായത്തോപ്പും തെങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് രാത്രിയാണ് നോക്കണം. അവിടെ നിന്ന് ഒരു 7 മണിക്ക് എങ്ങനെ അവിടെ എത്തിയെന്ന് തോന്നുന്നു. അവിടെ പോയി ഇതൊക്കെ വടിച്ച് ഇലയൊക്കെ വെട്ടി കൊണ്ടുവന്ന് വാട്ടി, അമ്മ അത് കേകി വാട്ടി ചോറൊക്കെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് അയച്ച് ഇവിടെ വന്നോളൂ. കഴിച്ച വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇങ്ങനത്തെ ഓണതാണ്. എൻ്റെ ഡ്രസ്സ് എല്ലാവരും കണ്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു, അറിയില്ല, പോസ്റ്റിലുണ്ട്. പിന്നെ യൂട്യൂബിൽ നോക്കിയാൽ കാണാം കേട്ടോ. ബോൾ വാങ്ങി തന്ന ഡ്രസ്സാണ്. ഒരു സ്റ്റാൻഡ് വേണം. സ്റ്റാൻഡ് ചെറുതായിട്ടൊന്ന് പൊട്ടി മീൻസ് ഞാൻ ദേഷ്യം പിടിച്ചപ്പം വലിച്ചിരുന്നു വെറുതെ. അങ്ങനെ എല്ലാവരും കേട്ടോ. ഇവിടെയൊക്കെ രോമായിരുന്നു, താടിയും വണ്ടിയൊക്കെ നല്ല വടിച്ച് കുട്ടപ്പനായതാ. കുറേ ആയി വിചാരിക്കുന്നു പോകണമെന്ന്. ഇന്നലെയാണ് സാധിച്ചത്. ഇതിലുള്ള ആൾക്കാരെ ഞാൻ മുഷിപ്പിക്കുന്നുണ്ടോ? ആരും മെസ്സേജ് ഒന്നും അയക്കുന്നില്ല. ഞാൻ പോകണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ പറഞ്ഞാൽ ഞാൻ പോയിക്കോളാം. അതുകൊണ്ട് ഈ ആനക്കൊമ്പനൊക്കെ വന്നിട്ട് ഡാറ്റ തീരും ഇതാക്കുന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പോകാം. നമ്മളെന്തിനു പോകണം? ഇല്ലേ, നമ്മൾ ഡാറ്റ തരുന്നെങ്കിൽ ഓൻ വരാണ്ടിരുന്നാൽ പോരെ. ഈ കാണുന്ന ആൾക്കാർ വെറുതെ കാണുകയാണോ അല്ലെങ്കിൽ ഫോണാണോ എടുത്ത് പിടിച്ചതാണോ എന്നറിയില്ല. 154 ആളുണ്ട്. ഇപ്പോൾ റേഞ്ചിൻ്റെ കുറവുകൊണ്ട് മെസ്സേജ് വരായിട്ടാണോ? യസീൻ ഹാപ്പി ഓൺ യസീ. ഓഹോ നോ, ഹായ് യസീൻ സെയ്ദ്. ഹായ് യസീൻ, സുഖാണോ? ഹാപ്പി നബിദിനം. ആരും മെസ്സേജ് അയക്കായിട്ട് എന്തോ പോലെ കേട്ടോ, സത്യം പറയാലോ. ലൈക്ക് ഇടണമെന്ന് ഞാൻ പറഞ്ഞു. ലൈക്ക് വേണ്ട, ഒന്നും വേണ്ട. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനൊരു ഉഷാറായിരിക്കും. കാണാൻ എല്ലാവരും 200 ആൾ കാണുന്നുണ്ട്. ഒന്നുമില്ല. ഏഞ്ചൽസ് ബ്ലോഗ്. ഹായ് അരുൺ ചേട്ടാ, ഹാപ്പി ഓണംടാ. ഹായ്, ഹലോ ഐഷാസ്. ജസ്റ്റ് എവിടെയാ വന്നല്ലോ? എന്താ നിങ്ങൾക്ക് ഇന്നെ കാണാൻ പറ്റില്ല? ഞാൻ വന്നപ്പോൾ ഈ ആൾക്കാർ 200 ആളുണ്ടായി. ഇനി വന്നപ്പോഴേക്ക് 100 ആളായി. ഓടി ഞാൻ ജസ്റ്റ് കേട്ടോ. കള്ളം. ഹായ്ടാ. ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ലൈവിൽ പോവാണ്. നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? അല്ല, അതെ, നിങ്ങൾ സൂപ്പറാണ്. താങ്ക് യു അമോസ്. ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. മുഹമ്മദ് ജസ്നയ്ക്ക് ഗോവിന്ദച്ചാമിയെ കല്യാണം കഴിച്ചു കൊടുക്കും. എനിക്ക് സമ്മതാണ്. പക്ഷെ ഗോവിന്ദചാമി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരണ്ടേ, അപ്പോഴേക്കും ആള് തട്ടിപ്പോവില്ലേ? ഓക്കെ മുഹമ്മദ്,
മുഹമ്മദ് മുഹമ്മദ് ഈ മുഹമ്മദ് വെറും തോന്നിയ സേവ തുറന്നാ പറയുള്ളൂ. ആ പിന്നെ അവന്റെ വീട്ടുകാർ പറഞ്ഞോണ്ട് ഞാനും പറയണ്ടല്ലോ അതിന്റെ വീട്ടുകാർ പേര് എങ്ങനെയാ മുസ്ലിം നാമധാരി പേരും ഓന്റെ ഇതും ഏതോ രണ്ട് തന്തയ്ക്ക് ഉണ്ടായ മുഹമ്മദ് ആയിരിക്കും. വീഡിയോ അപ്ലോഡ് നിത്യു ഫ്രണ്ട്സ് ആണോ കസിൻസ് ആണോ എന്താണെന്ന് പറയൂ. കസിൻസ് ആണോ? കസിൻസ് ആണോ? അത് അറിയായിട്ടായിരിക്കും. മേ ബി നിതു അറിയായിട്ടായിരിക്കാം. ഞാൻ കസിനാണ്, കസിൻ ബ്രദറാണ് കേട്ടോ. ചില ആൾക്കാർ കാമുകൻ എന്ന് പറയും, ചില ആൾക്കാർ സെറ്റപ്പ് എന്ന് പറയും, ചില ആൾക്കാർ ഭർത്താവ് എന്ന് പറയും, ചില ആൾക്കാർ എന്തായാലും വേട്ടാവാളി എന്ന് പറയും. അങ്ങനെ പല പേരുണ്ട് എനിക്കതിനൊന്നും ഒരുപാട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിതു കാര്യങ്ങൾ. അമ്മൂസ് നിങ്ങൾ സൂപ്പറാണ്. ആ വായിച്ചില്ലേ അമ്മൂസേ? താങ്ക് യു അമ്മൂസ്. ഞാൻ കൂട്ടൊരു അമ്മൂസ് പാലക്കാടല്ലേ? ഗായ്സ് ആരുമില്ലേ ഗായ്സ്? രണ്ടാളും ഹായ് മുത്തുമണി. ഹായ്ഡാ ജസ്മത്ത് സുധീൻ. ഹായ്ഡാ. അതന്നെ നേരത്തെ കാണിച്ചില്ലേ? അതല്ല നിങ്ങൾ രണ്ടും ഒരേ പൊളി. ചേട്ടൻ ഡ്രൈവർ അല്ലേ? വീഡിയോ കണ്ടിട്ടുണ്ട്. ഓക്കേടാ. ഞാനും ഡ്രൈവറാണ്. ആ നിങ്ങൾ രണ്ടും ഒരേ പൊളി. ഞാനും ഡ്രൈവറാണെന്ന് അറിഞ്ഞതാ. മുഹമ്മദ് ജസ്നയ്ക്ക് ഹസ്ബൻഡ് ജയിലിൽ നിന്ന് ഇറങ്ങിയോ? ഇല്ല, നിന്റെ തന്തനെ കാത്തുക. മൂപ്പര് ഗൾഫിലുണ്ട്. അപ്പോൾ മൂപ്പര് കൂടെ അറസ്റ്റ് ചെയ്യാൻ വെച്ച് നിന്റെ തന്തനെയാനും. നിന്റെ തന്ത വരാത്തത് കാരണം മൂപ്പരവിടെ പിടിച്ചിട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ഷിബിൽ മല്ലൂസ് നിത പൊന്നു ഒരു ഹായ് തരൂ. ഹായ് മലോസ്, നിത പൊന്നു ഹായ്. പ്രമോദ് ഹായ്. സംസു ഹായ്. കസിൻസ് ബ്ലോഗ് ഐ എം യുവർ ബിഗസ്റ്റ് ഫാൻ. താങ്ക് യു കസിൻസ് ബ്ലോഗ്. പേരെന്താ? നിതു ചേച്ചി ബസ് ഓടിക്കുന്നത് കണ്ടി. ഓ ഞാൻ പോകുന്ന ബസ്സായിരുന്നു പണ്ട്. സായിസ ജസ്നയുടെ ആരാ ഇത്? അസ്സാണോ? ഞാൻ ആദ്യമായി കാണുകയാണ്. പ്ലീസ് റിപ്പയർ. അസ്സല്ല സായിസ, കസിൻ ബ്രദർ ആട്ടോ. ജോജോ SK ഈ ചവറിനെ കുട്ടി നടക്കാൻ നിനക്ക് നാണമില്ലേ? ജോജോ ഞാൻ നാണക്കേട് വിചാരിക്കാൻ ഞാൻ നിന്റെ തള്ളേനെയോ അല്ലെ നിന്റെ ഭാര്യേനെയോ കൂട്ടി നടന്നില്ലല്ലോ ജോജോ. ഓണാശംസകൾ. കവന്നറിഞ്ഞിട്ട് സാറാ ഇതാരാ ഇതാരുൺ. കസിൻസ് വ്ലോഗ് ഫാസ്. ഓക്കെ ഫാസ്. ഇലിയാസ് ഞാനും പറയും കുണ്ടിയിലുള്ള മലം നക്കി കാമുകൻ എന്ന്. ഇലിയാസിൻ്റെ ഉമ്മയപ്പ എങ്ങനെ ആയിരിക്കും അല്ലേ? ഷിബിൽ മോൻ. ബുഷർമ ഒരു ഹായ് തരുമോ? ഹായ് ബുഷർമ. ഫായ്സ് അബ്സി എൻ്റെ പേര് പറയുമോ? ഫാസ് അബ്സി. എടാ ഞാനിപ്പോൾ കുറേ ആയി ലൈവിൽ വരാതെ. സത്യം പറയാച്ചാൽ എനിക്ക് ഓർമ്മയില്ല. ആയിഷ ബി ഹായ്. ഞാൻ ലിബ. ചേച്ചിക്ക് എന്നെ അറിയാം. ഹായ് ലിബ. സിനിമോൾ ഹായ്. സുഖമാണോ? സുഖം സിനു. അല്ല സിനിമോൾ സുഖമായിട്ടിരിക്കുന്നു. അസ്ന റാശി സുഖമാണോ? സുഖം. ഷാ മാർക്കറ്റിംഗ് സൈഡ് ഹായ്ഡാ ഷാ. ആയിഷ ജസ്നയ്ക്ക് മക്കളുണ്ടോ? 2 പേരുണ്ട്. അസീന ഒരാണും ഒരു പെൺകുട്ടി കേട്ടോ. ഹായ് ആയിഷാസ്. കുട്ടികൾ എവിടെയാ? കുട്ടികൾ പൂനൂരാള്. സുനിലേട്ടൻ ലവ്. ഹായ് സുനിലേട്ടാ. കസിൻസ് ബ്ലോഗ് സൂപ്പർ വീഡിയോസ്. താങ്ക് യു ഫാസ് തന്നെയല്ലേ? FAZ ഫാസ്. പ്രദീപേട്ടൻ ഹായ് ബ്രോ. ഹായ് പ്രദീപേട്ടാ. സിയ മോളെ കാണിക്കുമോ? ഇതാ ഈ മോളെ കാണിക്കുള്ളൂ, അല്ലാത്ത മോളെ കാണിക്കും. മറ്റേ മോൾ ഇവിടെ അല്ല. ഹായ് ഫാസ്. യെസ് ഓക്കേടാ. ഫാസിൻ്റെ വീഡിയോ എവിടെയാ? ഫയ സുഹറ ഹായ്. വിജുവേട്ടാ ഹായ്. ചേട്ടാ എല്ലാവരുടെയും സംശയം എന്താ വെച്ചാ ചേട്ടൻ ഹിന്ദു ചേച്ചി മുസ്ലിം, അപ്പോൾ എങ്ങനെ കസിൻ എന്നാണ് കേട്ടോ. അതെടാ പല നിതു ഇപ്പോൾ ആദ്യമായിട്ട് കയറുകയാണെന്ന് അറിയില്ല, പല വീഡിയോയിലുണ്ട്. എൻ്റെ അച്ഛൻ മുസ്ലിമാണ്, ബഷീർ എന്നാണ് പേര്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വന്നൊരു ഫാൾട്ടാണ്. ഞാൻ ആദ്യമേ എന്താ പറയുക എൻ്റെ ഐഡിയയിലും കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുക്കേണ്ടിയിരുന്നു. അന്ന് പറയാൻ ആരും ഒന്നും പറഞ്ഞില്ല, അങ്ങനെ പറ്റിയതാ. പ്രദീപേട്ടൻ ബ്രോ താടി സൂപ്പർ. താങ്ക് യു ഏട്ടാ. ഫാസ് കോഴിക്കോട്. ഓക്കെ കോഴിക്കോട് എവിടെയാ? ഞാൻ കോഴിക്കോട് കുറ്റിയാടി വണ്ടിയില്ല. ഷൈസ മക്കളെടുത്ത് പോകാറില്ലേ? മക്കൾ ഇവിടെ ഉണ്ടാവില്ല, ഇവിടെ ഇന്നലെ പോയിട്ടുള്ളൂ. ഫാസിൽ ഹായ് അരുൺ, ഇന്നലെ ബസ്സിൽ കണ്ട ആളാണ്, ജസ്നയോട് ഒരു ഹായ് തരാൻ പറയൂ. ആ അബ്ബാസ് ഖാന്റെ വീട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ ആളാണോ? ഇവർക്കാണോ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തെടുത്ത്? അല്ലല്ല, ആർക്ക്?
പറഞ്ഞോളൂ. എങ്ങനാ? ഇന്നലത്തെ മറ്റേ അല്ലല്ല, ഇത് മാൻ പറഞ്ഞു ടിക്കറ്റ് കൊടുക്കുമ്പോൾ ഒരു ഇത്ത അതാന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ആ അബ്ബാസ് ഖാൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഇത്താത്തയാണോ? ഇബ്രാഹിം പോട മഹീജ. എടാ ടൈപ്പ് ചെയ്യാൻ പഠിക്കണം ഇബ്രാഹിം കുമ്പാള കേട്ടോ. നീ എൻ്റെ വാപ്പയ്ക്ക് ടൈപ്പ് ചെയ്ത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ മാറ്റി അയച്ചാൽ മതി കേട്ടോ. ഇബ്രാഹിം കസിൻ ഫാസ് കുറ്റിയാടി. കോഴിക്കോടോ കുറ്റിയാടി ഫാസ്? ഞാൻ കോനാടുള്ളതാണ്. അതെ കോനാട് ഫാസിൽ. അതെ ഫാസിലോ? ആ ഓക്കെ ഓക്കെ. ആ ഫാസിൽ നിന്ന് കണ്ടപ്പോൾ പേര് ഓർമ്മയില്ലായിട്ടാ. മുഹമ്മദ് ജസ്ന എനിക്കൊരു ഫോൺ വാങ്ങി തരുമോ? ഇവിടെ എനിക്ക് തന്നെ വാങ്ങിത്തില്ല മമ്മതെ. ഓൻ ഇത്രയും നേരം ഫോണാ എല്ലായും വേണ്ടിയത്. ആ ഓന് കിട്ടി. അനിത നാരായണൻ ജസ്നയുടെ മക്കളെവിടെ? മക്കൾ ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും കാണിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിട്ടാണ് അനിതേച്ചി. ഹെന്ന ഹായ്ഡാ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി അതുകൊണ്ട് മാത്രമല്ല, ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇത്രയും കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ മക്കളെയും കൂടി കാണിച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. എന്റെ മോനെ കാണിച്ചാൽ ഞാനും എന്റെ മോനും തമ്മിൽ അവിഹിതാന്ന് വരെ പറഞ്ഞോളൂ. അങ്ങനത്തെ ടീമാ. ഇത് കുറേ ഉണ്ടല്ലോ. എന്നാ ഹായ് ഫയ്യ ജസ്ത ഒരു ഹായ് പറയുമോ? ഹായ്ഡാ. നിസായ് അരുണെ ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് എൻ്റെ ലൈവ് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല. അതെന്താ കാരണം? ലിസിയോട് ചോദിക്കും. എടാ ലൈവ് അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തത് നമ്മൾ ലൈവ് ചെയ്ത പാടിക്ക് അപ്ലോഡ് ചെയ്തിട്ട് കാര്യമല്ല. പിറ്റേന്ന് രാവിലെയോ വൈകുന്നേരമോ ആകുമ്പോഴേക്കേ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് അപ്ലോഡ് ചെയ്തിട്ട് രണ്ടാമത് പേയ്മെന്റ് കിട്ടും. സുമയ മുസ്തഫ ഹായ് ജസ്ന. അരുൺ സുഖമാണോ? സുഖം സുമയ. സജീന ഹായ്. ഇല്യാസ് നിന്റെ മൂക്കിൽ മലം കയറിയോ നായേ? നിന്റെ വാപ്പേന്റെ കയറി ഇല്യാസേ. നിന്റെ വാപ്പേന്റെ മലം എന്റെ മൂക്കിൽ കയറിയതാ. നൗഷാദ് ഹായ്. ജിനു ഹായ്. എന്താ ഇപ്പോൾ ലൈവ് ഇട്ടേ? ചുമ്മാ വെറുതെ പറയണ്ടേ. മമ്മദ് അങ്ങക്ക് ഞാൻ ഗോവിന്ദച്ചാമിൻ്റെ അല്ല, ഞാനേ ആ നമ്പറിൽ ഞാൻ വിളിച്ചാൽ മതി, ഞാൻ അയച്ചുതരാം വേറൊരു ഫോട്ടോ. വിനോദേട്ടൻ 2 തീട്ടൻ നാരികൾ. ഒന്ന് വിനോദേട്ടൻ്റെ അച്ഛനും ഒന്ന് വിനോദേട്ടൻ്റെ അമ്മയും. 2 നാരികൾ, തീട്ടൻ നാരികൾ. വിനോദ് കുമാറിൻ്റെ അച്ഛനും വിനോദ് കുമാറിൻ്റെ അമ്മയും. നിതു കട്ടത്താടി വരാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. എനിക്കിത് ജന്മനാ മുടി അങ്ങനെ തന്നെ ജന്മനാ കിട്ടിയ സാധനമാണ്. അതുകൊണ്ട് എനിക്ക് വലിയ പിടുത്തല്ലടാ. എന്തു ഫഹിന മക്കളെ കാണിക്കരുത്, അവരെ കഴുകന്മാർ കൊത്തിത്തരും. സത്യ ഫഹിന സൂറത്ത. അമ്മാസ് ഹായ്. വിഷ്ണു വിനോദ് വെള്ള ആവശ്യം ഉണ്ടായിരുന്നു, വായിൽ കിട്ടി. കളർ ഇന്ത്യ ചിരി കൊണ്ട് പൊതിയും മൗനം ദുഃഖങ്ങൾ ചിലരുടെ സൗഭാഗ്യം. ബഷീർ അച്ഛൻ്റെ പേര് ഹായ്. ഈ ബുദ്ധിയും ജന്മനാ കിട്ടിയതാണോ? വലിയ ബുദ്ധിയൊന്നുമില്ല എനിക്ക്. വലിയ ബുദ്ധി ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ എവിടെയോ ഇരിപ്പില്ല. ജെ മുഹമ്മദ് ജസ്നയുടെ മുടി കാണുന്നുണ്ട്. ജസ്നയുണ്ട്. ജസ്നയുടെ മുടി മാത്രമല്ല. എന്നാ സുഖമാണോ? സുഖം എന്നാ ഇല്ലേച്ചി. ഇനി ഗ്രീസ് ഓയിൽ മാത്രം തേക്കാനുള്ളൂ. അങ്ങനെയൊന്നും തേക്കണ്ട. പിന്നുണ്ടല്ലോ നിതു, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ഇതില്ലേ ആ പച്ച ഇത് ഗുളിക എന്തായിരുന്നു? വിറ്റാമിൻ ഡിയോ വിറ്റാമിൻ ഇ. അതൊന്നും വേണ്ടട്ടെ. ചിലവർക്ക് ചിലപ്പോൾ അത് പറ്റൊന്നുമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഓൾറെഡി എനിക്ക് തോന്നുന്നു ഇവിടം വരെ എനിക്ക് വരലുണ്ട്. ഇങ്ങനെ എനിക്ക് പഠിക്കല. ഞാൻ പറഞ്ഞുതരാം. മറ്റേ വിറ്റാമിൻ ഡി എങ്ങാനുണ്ടല്ലോ, ഒരു പച്ച ക്യാപ്സ്യൂള്. എനിക്ക് ഇവിടെ നന്നായിട്ട് നെറ്റ് കയറി കഷണ്ടി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അത് തേച്ചിട്ട് കാര്യമില്ല. എന്നിട്ട് ഇത് പൊട്ടിച്ചിട്ട് കൈമലാക്കിയിട്ട് ഇങ്ങനെ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. എനിക്കിത് എത്ര മുടി വന്നു എന്നറിയോ? അതൊന്ന് ജസ്റ്റ് പരീക്ഷിച്ചു. കിങ് ഓഫ് മൈക്യൂൺ. ഓക്കെ ജിനു ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം അടിച്ചു പൊളിച്ചു. സിദ്ദിഖ് ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ടി. സിദ്ദിഖിന്റെ ഉപ്പേ സിദ്ദിഖിന്റെ അമ്മേ. ക്രിഷ് ലൈവ് ഇടാൻ എത്ര സബ്സ്ക്രൈബ് ആവണമെന്ന് പറയുമോ? അത് എനിക്ക് അറിഞ്ഞൂടാ. ലൈവ് ഇടാന് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടേ പറ്റുള്ളൂ. 1000 അല്ലാന്ന് തോന്നിട്ടോ. കാരണം എനിക്ക് ചില സമയത്ത് ലൈവ് പോവല്ല. പോയി വണ്ണം അടിച്ചിട്ട് പോയി കിടന്നുറങ്ങ് മൈരെ. എന്നിട്ട് ഇവൾക്ക് വിരലിട്ട് കൊടുക്ക്. ജാനകി നിന്റെ അമ്മേനെ അങ്ങോട്ട് വിട്ടേ. പിന്നെ
ടൈപ്പ് ചെയ്യുമ്പം ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്യട്ടോ, വണം എന്നല്ല. ഓക്കെ, നിൻ്റെ പ്രൊഫൈൽ ഞാനൊന്ന് എടുത്തു നോക്കട്ടെ. ഹായ്, വ്യാജ പ്രൊഫൈലിട്ട് വരിക. 2 പേർക്കും ഓണാശംസകൾ. താങ്ക് യു വിനേട്ടാ. അനേ ഹായ് നൗഫു മുത്തേ ഇല്യാസ് നായിൻ്റെ മോനെ, നിൻ്റെ ഭാര്യയെ നീ തല്ലിക്കൊന്ന് ഇവരുടെ കൂടെ സുഖിക്കുന്നു നായിൻ്റെ മോനെ. ഇല്യാസേ, നിൻ്റെ ഭാര്യനെ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് നിൻ്റെ തന്ത പറഞ്ഞോ? അല്ലെ നിന്നെ ഉണ്ടാക്കിയ എൻ്റെ തള്ള പറഞ്ഞോ? ഇല്യാസ് മോനെ, ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം അടിച്ചു പൊളിച്ചേട്ടാ, ഓണം അടിപൊളി. ഫാത്തിമ ഹായ്. അലിക്കോയ പോടാ, നൂലുൽപ്പ് ഉണ്ടോ നിനക്ക്? നൂലുൽപ്പോ എന്താണ് ആലിക്കോയെ കാപ്പാടെ? വയനാട് വന്നിട്ടുണ്ടോ? വയനാട് ഇഷ്ടംപോലെ പ്രാവശ്യം വന്നിക്ക്. ധനുഷ് നബിദിനം ഓണപ്പരിപാടികൾ എന്തായി? നബിദിനം ഓണപ്പരിപാടി അടിച്ചു പൊളിച്ച്. ഇന്നിങ്ങോട്ട് ഞാൻ കാറിൽ അങ്ങോട്ട് പോകുമ്പം നബിദിനം കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇടയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ച് ബുദ്ധി വേണം. ഈ നൗഷാദ് ഓണാശംസകൾ. നൗഷാദ് ഓണാശംസകൾ. അബ്ദുൽ കരീം ഹായ്. എന്നാ വിയോൺ ആയിരിക്കും എന്താ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. കുളിയേനെ പേര് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാ ദിവസവും വയറ് നിറച്ച് കിട്ടുന്നുണ്ടല്ലോ, വിഷമം തോന്നാറുണ്ടോ? ഏയ് നമ്മൾ എന്താ പറയാം, ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ആൾക്കാർ പലതും പറയും. പിന്നെ ഈ 2 അച്ഛനമ്മമാർക്ക് ഉണ്ടായ ആൾക്കാരും പറയും. അത് നമ്മൾ കാര്യമാക്കണ്ട. നിങ്ങൾക്ക് ഓണക്കളി ഒന്നുമില്ലേ? ഓ ജാനകി വിദ്യാധരൻ, നിൻ്റെ അമ്മേനെ കൊണ്ട് വിട്ടാൽ ഞാൻ ഓണക്കളി കാണിച്ച് കൊടുക്കാം. മമ്മദ് ജസ്നയോട് ഷർട്ട് അയക്കാൻ പറ. മമ്മദ് 9567. നിൻ്റെ ഉമ്മ വീട്ടിലുണ്ടെങ്കിൽ ഉമ്മാനോട് പറയാം കയറിയിട്ട് ഉപ്പ വരുന്നില്ല, ഉമ്മാൻ്റെ ഡ്രസ്സൊന്നും അയക്കുമെന്ന്. അപ്പോൾ മമ്മദ് എന്ന് പറഞ്ഞാൽ ഫേക്കാന്ന് എനിക്കറിയാം. പക്ഷേ ഫേക്ക് ഐ ഡി ആണെങ്കിലും നമുക്ക് ആരെങ്കിലും ഉണ്ടാവുമല്ലോ. ഒന്ന് ചോദിച്ചു നോക്ക് വീട്ടിൽ അമ്മേനോട് കേട്ടോ. നിസ്കരിക്കാറുണ്ടോ? ഞാൻ നിസ്കരിക്കില്ല. അനേ ഹായ്. ഫാത്തിമ ഹായ്. അബ്ദുൽ കരീം മണ്ണാർക്കാട് ഓക്കെ. പാലത്തിങ്കൾ ജസ്നയ്ക്ക് വയസ്സ് 50 ആയോ? 50 ആയിട്ടില്ല, 33. വിഷ്ണു സുൽഫ ബിബി, എനിക്ക് നിങ്ങളെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫുഡിൻ്റെയാ. ഇഷ്ടമുള്ളത് പോലെ ജീവിക്കും. ഹാപ്പിയായി നിങ്ങൾ ലൈഫ് കാണുമ്പോൾ അസൂയ തോന്നുക. സുൽഫത്ത് ബിബി താങ്ക് യു. ഹായ്. എന്നാ ഹായ് ജസ്ന. ഹായ്. കുര്യൻ ജോൺ വൈഫ് ആഹാണോ അല്ല ക്രിഷ് ഓക്കെ. നസായി അരുണേ, നിന്നെയും ജസ്നയെയും ഞാൻ പരിചയപ്പെട്ടില്ല. എല്ലാവർക്കും ഹായ് കൊടുക്കുന്നു. ഹായ് നസിയത്താൻ്റെ വീട് എടിയാ? നസായി നല്ല നസായി ശംഷി. ജിനു ഇന്ന് ഓണത്തിന് എന്തായിരുന്നു ഫുഡ്? ഇന്ന് സന്ധ്യ. നൗഷാദ് ജാനകി. നൗഷാദ് കാ നിങ്ങൾ തമ്മിൽ എന്തുണ്ടോ? ഇതെന്താ ലൈവിലൊരു ചീത്തവിളി? അതങ്ങനെ അപ്പൂസ് ബ്രോ. അരുൺ ജസ്ന ഹായ്. കുട്ടൂസൻ ഹായ്. ചാങ്സ് ഹായ്ഡാ. ഷിഗാവ് പോ. നൗഷാദ് ലാസ്. നിങ്ങളൊക്കെ ഒരു കെട്ടല്ലേ? നൗഷാദ് സിറാബാനു. ആരെന്ത് പറഞ്ഞാലും എനിക്ക് ജസ്നയെ ഭയങ്കര ഇഷ്ടം. എല്ലാ വീഡിയോസും കാണാറുണ്ട്. താങ്ക് യു സിറാത്ത. മമ്മദിന് കുറച്ച് കയ്പുള്ള കൂട്ടത്തിലാണ്. മമ്മദ് തന്തയ്ക്കുണ്ടായതാണെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചോക്കടാ. അത് അയാൾക്ക് ഉണ്ടാവില്ലല്ലോ. അതുണ്ടാവില്ല. വിനോദ് തീട്ടത്തിന് കൂട്ടി ഈച്ച. തീട്ടം നിന്റെ അച്ഛൻ, വിനോദിൻ്റെ അച്ഛൻ. ഈച്ച നിന്റെ അമ്മ. ഉബൈദ് ചേട്ടനും ചേച്ചിയും കല്യാണം കഴിഞ്ഞു. ആദ്യം ഓണം വാടി പൊളിച്ചു പറയുന്നവർ പറയട്ടെ. പാലത്തിങ്കൽ 2 പേർക്കും ഉള്ള. ഉബൈസ് നൗഫു മുത്തേ നിങ്ങൾ ഫുഡ് കഴിച്ചു? എന്നാ യെസ്. കരിയായിൽ തേച്ചാൽ മതി. കരിയോയിൽ തേച്ചിട്ട് കാര്യമില്ലടാ ഫിജോ. കരിയോയിൽ തേച്ചാൽ മതി. ശരിയാവില്ല മാസ്റ്റർ ബ്രോ. ഇവർ ഒക്കെ ഇത്ര പറഞ്ഞിട്ടും നിങ്ങൾ കൂളായി നിൽക്കുന്നല്ലോ. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അതിന് വേറൊരു കണ്ടു മാസ്റ്റർ ബ്രോ. ദൂരേന്ന് പട്ടി കുറയ്ക്കുന്നത് കണ്ടിട്ട് നമ്മൾ ഇവിടുന്നേ പേടിച്ച് വരച്ചിട്ട് കാര്യമില്ല. പിന്നെ ഒരു അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാനായിട്ട് ഇതുവരെ എൻ്റെ എല്ലാ വീഡിയോ എടുത്ത് നോക്കൂ. ലൈവിൽ പോവുകയാണെങ്കിൽ അല്ലാണ്ടാണെങ്കിൽ ഞാനായിട്ട് ഇതുവരെ ആരെയും തെറി പറഞ്ഞിട്ടില്ല. ഇതിൽ എത്ര ആൾക്കാരുണ്ട്? പല ആൾക്കാരുണ്ട്. ഞാൻ ഒരാളെയും തെറി പറയാൻ നിൽക്കില്ലല്ലോ. ഇങ്ങോട്ട് പറഞ്ഞാലേ അങ്ങോട്ട് പറയുള്ളൂ. ബിയർ കുടിച്ചു. ഹാപ്പി ഓണം. ഉബൈസ് ബീർ കുടിച്ചു. ഓണമായിട്ട് ബീർ കുടിച്ചില്ലേ എന്തിനു പറ്റും ബ്രോ? നിങ്ങളുടെ വീട്ടിൽ ആകെ നിങ്ങളുടെ മാരേജ് അക്സെപ്റ്റ് ചെയ്തു രണ്ടും. എന്തുവാ വിഷ്ണു? അങ്ങനെയൊന്നുമില്ലടാ. ഇല്യാസ് ഇല്യാസേ മോൻ്റെ ഉമ്മാനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിട്ടോ. അപ്പുറത്തെ വീട്ടിലെ മുസ്തഫ് ഖാൻ്റെ കൂടെ ആയിരിക്കും. ബേസ് ബേബി സ്റ്റീഫൻ ജോൺ ഹായ്. ഇറ്റ്സ് മീ മച്ചു. ഹലോ. വിദ്യ അരുൺ ദേവ് അളിയ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന തെണ്ടികൾ ഉണ്ടാവും. അവന്മാരുടെ ഒക്കെ കമൻറ്റ് ഇടണ്ട ബ്രോ. വായിച്ച് പോന്നാടാ.
ഒത്തുഗോപാല നീ പോയോ അവിടെ കൊണ്ട് നന്നായി കയറ്റി കൊടുക്കുക. ഒത്തുഗോപാല നിൻ്റെ അച്ഛൻ്റെ തല അപ്പൂസ്. ഇതുവരെ ഇയാസ് മൈത്രി ഓളത്തരം ലൈവിൽ പറയുന്നേ, അവർ എങ്ങനെയും നയിക്കട്ടെ. ഹായ് അരുൺ ബ്രോ, ഹായ് മിജി, വിഷ്ണു പ്രകാശ് സേത്, ഹായ് സ്റ്റീഫൻ ജോൺ, ഹായ്. നീ ജാനകി വിദ്യാധരൻ എന്നുള്ളത് ഒറിജിനൽ പേരാണെങ്കിലും ചീത്ത പേരാണെങ്കിലും നിൻ്റെ തന്ത ഉണ്ടാക്കിയത് അങ്ങനെ ആയിട്ടാ ബേ മോളെ. സനൂജ് ഹായ്, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. പിന്നെ ഇല്യാസ് തന്തയ്ക്ക് പറക്കാത്ത ഞാൻ ഒഴിവാക്കി. ഫയ ഓണമായിട്ട് ഉമ്മാനെ കാണാൻ പോയില്ലേ, നബിദിനമൊക്കെ അല്ലേ? ഇല്ല, ഇന്ന് ഞാൻ ഒന്നാമത് ഇവിടെ അല്ലായിരുന്നു, ഓണമല്ലായിരുന്നു, ഞാൻ പുറത്തായിരുന്നു. നോക്കിയത് മൈഗ്രെയിൻ്റെ അതിനെ കൊണ്ട് ഓളും പോയില്ല. ജെസ്സി ഇന്ന് ഹാപ്പി ആണെങ്കിൽ നാളെ അവൾക്ക് തലവേദന എന്നെ പോലെയാ ഞാനും. വിനു നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർക്ക് ഇതുപോലെ തന്നെ കൊടുക്കണം. താങ്ക് യു വിനുട്ടാ. അൽവി ഷോ ആണോ? ഷോ അല്ല അൽവി, കാര്യം പറഞ്ഞോ. കാരണം ഞാനൊരു കാര്യമില്ലാണ്ട് ആൽവിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് തോന്നിയാസം പറഞ്ഞാൽ ആൽവി അത് കേട്ട് നിൽക്കുമോ, മറുപടി പറയൂ. ഹായ് ബ്രോ, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. എൻ്റെ ബർത്ത്ഡേ ആയില്ലല്ലോ. 23 ഏപ്രിൽ. സനിൽ ഹായ്, ഞാൻ ആലുവയിൽ നിന്നാണ്. ഓക്കെ വിനോദ്, നിങ്ങളുടെ ലൈവിൽ കമ്പി വിഷയമാണോ സംസാരം? വിനോദേട്ടാ നമ്മളല്ലല്ലോ സംസാരിക്കുന്നത്, അവരിങ്ങോട്ടല്ലേ. കുട്ടുസൻ ഇന്ന് കണ്ടിരുന്നു. ആരേ? മുഹമ്മദ് വിനോദ് ഹായ്, ഹാപ്പി ഓണം. ഹായ്, ഹാപ്പി ഓണം മുസ്തഫ. ഇല്യാസ് ഡാഷ് മോനെ, ഞാൻ തന്തയ്ക്ക് തന്നെ ഉണ്ടായതല്ലേ. ഫാസിൽ ക്രിഷ് പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ ക്രിഷ്. അത് ഷോ ആണോ പൊട്ട തെണ്ടി നായി നാടാ മൈരേ. എനിക്കുമുണ്ട് തലവേദന. ഇത്ത ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഈ സംശിത്ത ഞാൻ ഒരിങ്ങോട്ട് പറഞ്ഞു പോകുന്നതാണ്, ഞാൻ വായിക്കില്ല. തരുമോ കുടിക്കാനാണ്? ബീർ അത് കഴിഞ്ഞു. കുടിക്കുന്ന മരുന്ന് പേര് എനിക്കൊന്ന് പറഞ്ഞു തരുമോ കുടിക്കാനാണ്? അത് ഇവള് ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. മൈഗ്രെയിൻ വരുന്ന നമ്മൾ ആ ഒരു ടെൻഡൻസി വരുമ്പോൾ ഒന്ന് വാങ്ങി വെക്കുന്നത് നല്ലതാണ്. അതിന് എത്രയാണ്? 50 എത്രയോ ആണ്. ഒന്ന് വാങ്ങി വെക്കുന്നത് നല്ലതാ. ബീന ഉബൈദ്ക്ക്. സനു ജെസ്സിനെ ഒരു കളർ ഇന്ത്യ. മനുഷ്യനെ സ്നേഹിച്ച് നോക്കി മനസ്സിനകത്ത് പള്ളി ഉണ്ടാക്കും, അതിലേത് ജാതിക്കും കയറാമെന്നാണ്. ഞാൻ കുറച്ച് മുകളോട്ട് പോകുന്നുണ്ട്, അതൊന്നും വിചാരിക്കരുത്. എല്ലാവരോടും ആയി പറയുന്നുണ്ട്, എല്ലാവരും ഉണ്ടെന്ന് വിചാരിക്കുന്നു. അമീൻ മതമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഇടയ്ക്കിടയ്ക്കുള്ള വിവാദങ്ങളൊന്നും അതൊക്കെ എന്തായാലും ഉണ്ടാകും. നമ്മളെ ഇതാണത്. ഞാൻ ആരാ നിനക്ക് അറിയോ? അറിഞ്ഞാൽ നിൻ്റെ നാവ് പൊന്തില്ല. നീ ആരായാലും എനിക്കെന്താ മൈരാ? ഇങ്ങനെ നമ്പർ അടിച്ചിട്ടോ, 9207807416. അങ്ങോട്ട് കയറി ചോർഞ്ഞല്ലോ, ഇങ്ങോട്ട് കയറി ചോർഞ്ഞല്ലേ. നീ തന്തയ്ക്ക് ഉണ്ടായതാണ്. ഇനി ആരാന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ നമ്പറിലേക്ക് വിളിച്ചിട്ട് പറ. നീ പോടാ സിന്ധു, നീ പോടാ, നീ പോടി. പിന്നെ ആരൊക്കെ ഉണ്ട് കേട്ടോ? സിജുക്ക, സർക്കു, നിഷാദ് ഹായ് ബ്രോ. ഹായ്ഡാ മാസ്റ്റർ ബ്രോ, നല്ല വൈബുള്ള ആളാണ്. നിങ്ങൾക്ക് ഇട്ട ഈ കോണക്കുന്ന ആളുകളോട് നീയൊക്കെ പറയുന്നത് ഓൺ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. നിർത്തി പോടാ വാണങ്ങളെ. താങ്ക് യു ബ്രോ. വിനോദിനി വിനിത ബ്രോ, സീൻ ഉണ്ടാക്കാനാണ് വിനോദ് ചെയ്യേ, ഓരോരോ പ്രശ്നങ്ങളാണ്. ബിനു ബി അരുണെ, സത്യത്തിൽ നീ അവളുടെ പാർട്ണറല്ലേ? നിങ്ങളത് പറയാതെ പറയുന്നു. എൻ്റെ പൊന്നു ബീനു, നമ്മളൊരാൾ അല്ലെങ്കിൽ ഒരു ബ്രദേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഇവരൊക്കെ ഒരുമിച്ചിരുന്നാലോ അല്ലെങ്കിൽ ഒരുമിച്ച് നടന്നാലോ അങ്ങനെ ചിന്തിക്കുമ്പം അത് ശരിയാണോ? ആസ്മി പൊട്ടൻ നിൻ്റെ തന്ത. നസിയ ഹായ്. സിദ്ദിഖ് ഇനി ഈ നായ്ക്കളുടെ ചാനൽ റിപ്പോർട്ട് അടിക്കണം. സിദ്ദിഖ് അബൂബക്കറെ, നിൻ്റെ അച്ഛനെയും കൂട്ടിക്കോ, തന്തേനെയും കൂട്ടി, വാപ്പേനെയും കൂട്ടിക്കോ, ഒരുമിച്ച് അങ്ങ് അടിച്ചാൽ. ജാബിർ സൂപ്പർ. അസ്മി പൊട്ടൻ ഓക്കെ. അസ്മി മണ്ടൻ ഓക്കെ. ഞാൻ പോവില്ല. നീ എന്താ ചെയ്യും? പോടാ നീ പോടി. പെണ്ണാണെങ്കിൽ സിന്ധുന്ന് കണ്ടിട്ടാട്ടോ. ഹെഡ്സെറ്റ് എന്നല്ലേ മരുന്നിൻ്റെ പേര്? ഹെയ്സെറ്റ് അല്ല, ഹെഡ്സെറ്റ്. അതിൻ്റെ ഗുളികയുടെ ഇത് ഇവിടെ എവിടെയോ ഉണ്ട്. ഹെഡ്സെറ്റ് തന്നെയാണ് പേര്. ചേച്ചി എവിടെ? ചേച്ചി പോയി. ആയിക്കോട്ടെ മമതെ, ഉത്തരവ്. നിന്നെ ഞാൻ കാണുന്നുണ്ട്, എപ്പോൾ എവിടെ വെച്ച് അറിയില്ല. ശരി കേട്ടോ. ഓംബ്ര. നിങ്ങളുടെ പേരെന്താ? അരുൺ ശ്രീകുട്ടി. ചേച്ചി ഇവിടെ? ചേച്ചി കിടന്നോക്കാൻ പോയി. കളർ ഇന്ത്യ. പുഞ്ചിരി മാഞ്ഞു പോയി. ലോകത്തെ പുഞ്ചിരിക്കുന്ന മകളുടെ നിങ്ങൾ കേട്ടെ. എല്ലാവരും നബിദിനാശംസകൾ. താങ്ക് യു. നബിദിനാശംസകൾ. അസ്മി ഹമി നന്നായിക്കൂടെ? വേണ്ട, നന്നാകുന്നില്ല പോരെ. ആരോൺ ബാബു ടി ഹൈറ്റ്. അപ്പോൾ ഗൈസ്, സമയം ഒരുപാട് കഴിഞ്ഞു, ഞാൻ മെല്ലെ പോവാണ്. ശ്രീജിത്ത് ചേച്ചിക്ക് പോയോ? ചേച്ചിക്ക് പോയി കേട്ടോ. ശ്രീജിത്തിന് പോകണോ? സത്യൻ
സ്റ്റിക്കറാ. ഹായ് ഓണാശംസകൾ, ഹായ് ഓണാശംസകൾ. പെനാൽറ്റി ബോക്സ് എടാ എന്തായത്, എന്നടാ ഇത്, ഒന്നും പറയണ്ട. ഷെരീഫ് മന്ദനോ അശ്വിൻ പീസ്. ഓക്കെ, അപ്പോൾ ബൈ ബൈ ഗൈസ്, സി യു ടുമാറോ. ഗുഡ് നൈറ്റ്, ഹാപ്പി ഓണം, ഹാപ്പി നബിദിനം. ഗുഡ് നൈറ്റ്.